മുർദാബാദ് നരേന്ദ്ര മോദി മുർദാബാദ് ഇതുപോലൊരു നാരിക ഭരണം ഇതുപോലൊരു നാരിക ഭരണം ഇതുപോലൊരു നാരിക ഭരണം ഇതുപോലൊരു നാരിക ഭരണം കേരള ജനത ഇന്ത്യ ജനത കണ്ടിട്ടില്ല ഇന്ത്യ ജനത കണ്ടിട്ടില്ല ഇന്ത്യ ജനത കണ്ടിട്ടില്ല ഇന്ത്യ ജനത കണ്ടിട്ടില്ല കണ്ടിട്ടില്ല ഇന്ത്യ ജനത കണ്ടിട്ടില്ല യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ് യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ് യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ് യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ് പ്രതിഷേധം 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 നിനക്കെന്താ മോദി പറയുമ്പോ നാരികയാണ് മോദി പട്ടാളത്തിനെ പോലെ നരേന്ദ്ര മോദി മുന്നോട്ട് പോയ ഒരു സാഹചര്യത്തിൽ അവിടെ നൂതന സാങ്കേതിക വിദ്യയുമായി ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ആളുകൾ വന്ന അവരുടെ പ്രൊഡക്റ്റുകൾ പോലും അവിടെ കള്ളന്മാർ കൊള്ളയടിച്ചു കൊണ്ടുപോയപ്പോ അതിനെതിരെ യൂത്ത് കോൺഗ്രസ് ഒരു പ്രതിഷേധവുമായി കടന്നു ചെന്നപ്പോ യൂത്ത് കോൺഗ്രസിനെ അപമാനിച്ചു എന്ന് മാത്രമല്ല, ആക്രമിച്ചു എന്ന് മാത്രമല്ല, ഇല്ലാത്ത കേസുകൾ ഉണ്ടാക്കി അവരെ ജയിലിലടച്ചു എന്ന് മാത്രമല്ല, ഇന്ന് രാവിലെ 11 മണിക്ക് യൂത്ത് കോൺഗ്രസിന്റെ ഡൽഹിയിലെ റൈസീന റോഡിലുള്ള യൂത്ത് കോൺഗ്രസിന്റെ ആസ്ഥാനത്ത് മോഡിയുടെ പട്ടാളം കയറി ലാത്തികൾ കൊണ്ട് ക്രൂരമായ മർദ്ദനങ്ങളാണ് അവിടെ അഴിച്ചുവിട്ടത്. യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരെ ഉദയ് ഭാനു ചിപ്പടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കുന്ന സാഹചര്യമുണ്ടായി. ഓഫീസ് സെക്രട്ടറിമാരെ പോലും അവിടെ ആക്രമിക്കുന്ന സാഹചര്യമുണ്ടായി. വനിതാ സഹപ്രവർത്തകരെ പോലും ആക്രമിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിന്റെ പേരിൽ ഈ രാജ്യത്ത് സമരം ചെയ്തതിന്റെ പേരിൽ സമരം ചെയ്തതിന്റെ പേരിൽ അല്ലെങ്കിൽ മോദിക്കെതിരെ 2 വാക്ക് സംസാരിച്ചതിന്റെ പേരിൽ അവരെ തെരഞ്ഞു പിടിച്ച് വേട്ടയാടി രാഷ്ട്രീയ പാർട്ടി ഓഫീസുകൾ പോലും ഇല്ലായ്മ ചെയ്യാൻ BJP ശ്രമിക്കുമ്പോൾ അതിനെതിരെയുള്ള ശക്തമായ സമരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ മോദിയോടും BJPയോടും പറയുന്നു, കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലെ സബ്മിറ്റൊക്കെ നിങ്ങളൊന്ന് പോയി കണ്ടിട്ട് വേണം. ബാംഗ്ലൂരിൽ നടന്ന ആ സബ്മിറ്റൊക്കെ ഒന്ന് കണ്ടിട്ട് വേണം ഈ മോദി ഡൽഹിയിൽ സബ്മിറ്റ് നടത്താൻ. ഈ ചൈന രാജ്യത്തോട് സറണ്ടർ ചെയ്ത നരേന്ദ്രമോദിക്ക് ഇന്ന് രാജ്യം വിളിക്കുന്ന പേര് നരേന്ദ്രമോദി എന്നല്ല, സറണ്ടർ മോദി എന്നാണ്. നരേന്ദ്രമോദി ഈ രാജ്യത്തെ ചൈന നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഒരു തനി ദിനമാണ്. നമ്മുടെ പ്രിയനാം പ്രസിഡന്റിനെ ഡൽഹിയുടെ തെരുവോരങ്ങളിൽ ഉച്ചകോടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡിജിറ്റൽ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഈ രാജ്യത്തെ 100 കോടി ജനങ്ങളെ അപമാനിക്കുന്ന തരത്തിലേക്കാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഉച്ചകോടിയിൽ ചൈന ഉണ്ടാക്കിയ ഒരു റോബോട്ടിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും ചൈനക്ക് മുമ്പിൽ കോമാളിയാക്കുന്ന തരത്തിലാണ് ഈ രാജ്യത്തിന്റെ ഭരണാധികാരി മുന്നോട്ട് പോയത്. അത്തരത്തിൽ ആളുകളെ കളിയാക്കുന്നു. ഇത്
വിട്ടുവീഴ്ചയില്ലാത്ത സമരമാണ്. അതിർത്തിയിൽ ചൈന ഇന്ത്യയെ ആക്രമിക്കുമ്പോ ഈ രാജ്യത്തെ ചെറുപ്പക്കാരുടെ തൊഴിലവസരം ഇല്ലാതാക്കുമ്പോ ആ ചൈനക്കെതിരെ ഒരക്ഷരം മിണ്ടാതെ രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും വേട്ടയാടാൻ നോക്കിയിരിക്കാൻ കളമശ്ശേരിയിലെ, എറണാകുളത്തെ, കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന് സാധ്യമല്ല. ഈ ഹൈവേ ഞങ്ങൾ ഉപരോധിക്കാൻ പോകുന്നു. ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. ജയ് യൂത്ത് കോൺഗ്രസ്. കേരള മക്കൾ കണ്ടിട്ടില്ല. ഞങ്ങളുടെ പേര് പ്രസിഡന്റിന്റെ വിറ്റുതുലച്ച നാളമുണ്ടോ നരേന്ദ്രമോദി? നാളമുണ്ടോ നരേന്ദ്രമോദി? രാജിവെച്ച് ബാബുറത്ത് നരേന്ദ്രമോദി മുർദാബാദ്. യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്. 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 नरेंद्र मोदी चोर है. नरेंद्र मोदी चोर है. नरेंद्र मोदी चोर है. ഞങ്ങളുടെ ദേശീയവാസിനുള്ളിലാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത്രയും കഠിനമായ പോരാട്ടത്തിലാണ് യൂത്ത് കോൺഗ്രസ്. ഈ സമരം വരും ദിവസങ്ങളിൽ തുടരുന്നുണ്ടോ? തീർച്ചയായിട്ടും ഡൽഹിയിലെ തെരുവീതികൾ യൂത്ത് കോൺഗ്രസ് ഏറ്റെടുത്തിരിക്കുകയാണ്. വരും ദിവസം ശക്തമായ സമരം ഉണ്ടാവും. എറണാകുളത്ത് എന്തെങ്കിലും സമര പരിപാടികൾ ആഹ്വാനം ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും അതിന്റെ തുടക്കമാണ് ഇവിടെ. ഇനി വരും ദിവസങ്ങളുണ്ടാവും.